ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും പറയാൻ കഴിഞ്ഞാൽ മീൻ വറ്റിച്ചത് ഉണ്ടാക്കാൻ പോകാണ്ട് അയില മുളകിട്ടത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 12:30. അപ്പോൾ ഞാൻ ജോബൂട്ടിനെ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ പള്ളിയിൽ നിന്ന്. അപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നല്ല ചൂടായ കാരണം കൊണ്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, മൊജിറ്റോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മൊജിറ്റോൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മൊജിറ്റോ ഉണ്ടാക്കുന്നു, അതിനുശേഷം മീൻ വറ്റിച്ചത് ഉണ്ടാക്കുന്നു കേട്ടോ. പെണ്ണുള്ളൊരു സ്വൈര്യം തരില്ല. അവൾക്ക് വീഡിയോ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ ഉണ്ടാക്കി അവളെ ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കറികൾ ടേസ്റ്റ് ആയ കാരണം കൊണ്ട് അവള് എന്നെ കൊണ്ട് എല്ലാം ആക്കി ഉണ്ടാക്കി പിന്നെന്ന് മാത്രം. അപ്പൊ മൊജിറ്റോ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് അറിയും, നോർമൽ ഇതൊക്കെയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മള് കുറച്ച് പുതിനയില, നാരങ്ങ, പിന്നെ പച്ചമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ സിറപ്പ്, ഇതിന് ഭയങ്കര എക്സ്പെൻസ് ആണ് കേട്ടോ, ഏകദേശം 70 റംസ് വില വരുന്നുണ്ട്. പിന്നെ ഒരു നന്നാറി സർബത്തിൻ്റെ മധുരത്തിന് വേണ്ടി ഇത് നമ്മൾ കുറച്ച് ഒഴിക്കാം, ഇതും ഇച്ചിരി ഒഴിക്കാം. പിന്നെ ഐസ്, സോഡ, ഇത്രയും മതി, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു നാരങ്ങ പിഴിയാം. പിന്നെ കവിതകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഖാവ് കവിതകൾ ഉണ്ടല്ലോ, അതേപോലെ വാഗമരച്ചു, അല്ല അതൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ട് കേൾക്കും, നല്ല രസമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. എന്തോ ഒരു സുഖം. അപ്പോൾ അതിലേക്ക് പുതിനയിലിട്ടു, പിന്നെ ഒരു പീസ് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് സ്മാഷ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് ചെയ്യാം. ഞാൻ ചില്ല് ഗ്ലാസ്സിലിട്ട് ചെയ്യാത്തതാണ്, ചില്ല് ഗ്ലാസ് പൊട്ടിക്കും. അപ്പം അത് കാരണം ഇതിൽ വെച്ച് എന്നിട്ട് ഇത് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൂൺ എടുത്തിട്ട്, അപ്പം നമ്മൾ ഇതിൽ എന്താ പറയുക, പുതിനയിലും നാരങ്ങ നീരും പിന്നെ പച്ചമുളക് ഇട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടുണ്ട്. ജോക്കുണ്ട് മാത്രം പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ, വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. അതിന് ശേഷം ഈ സിറപ്പ് ഒഴിക്കുക. ഇത് ബ്ലൂ ലഗൂണാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, ബ്ലൂ ക്രാക്കോഡ് അങ്ങനെ എന്താണ് ഇതിൽ എഴുതിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വേണ്ട കേട്ടോ, കാരണം ഇത് കളറിന് വേണ്ടി മാത്രം. നന്നാറി സർബത്ത്, ഇത് മധുരത്തിന് വേണ്ടിയാണ്. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഓൾറെഡി മറ്റേ സിറപ്പിനും മധുരം ഉണ്ടാവും. കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഓരോ നാരങ്ങ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. ഇതൊക്കെ സ്റ്റൈലാണ്, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി ഇതേ നല്ല ഐസ് ക്യൂബ് ഉണ്ട്, ഐസ് ക്യൂബ് ഇനി നല്ല ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. നല്ല തണുത്ത് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ല ഐസ് ക്യൂബ്, കുറേ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സോഡ ഇങ്ങനെ ഒഴിക്കും, മതി. ഇനി സോഡ ഇട്ടിട്ട് സ്ഥലം ഇനി ഇതിലേക്ക് നല്ല തണുത്ത സോഡ മതിയോ കൂട്ട. സോഡ ഒഴിക്കുമ്പോ സ്ഥലം ഉണ്ടാവില്ലടാ. അപ്പൊ നമ്മൾ ഇത് ചെയ്തില്ലല്ലോ, അത് കുലുക്ക് സർബത്തിനല്ല, കുലുക്കാറ്. ഇത് കുലുക്ക് സർബത്തിന്റെ ഡപ്പിനാണ്ട നമ്മള് മേടിച്ചതാ. അപ്പോൾ നമ്മുടെ ബ്ലൂ ലഗൂൺ മൊജിറ്റോ റെഡി ആയിട്ടുണ്ട്.
ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ചൂടാ ചെറുപ്പടച്ചു എല്ലാവർക്കും ചേഴ്സ്റ്റാ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വോഡ്ക ഒഴിച്ച് കുടിക്കണ്ട. ഞാൻ വോഡ്ക ഒഴിച്ച് കുടിക്കാറുണ്ട്, പക്ഷെ ഇല്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചൂട് കാലത്ത് എന്താ പറയാ, ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് എല്ലാവരും കഴിക്കാം. അവൾക്ക് എരിവ് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിന് എരിവ് തോന്നണില്ല. അതോരോരുത്തരുടേതാണ്. ഞാനും എരിവ് തീരെ കഴിക്കുന്ന ആളല്ല, പക്ഷെ ഇതിലങ്ങനെ ഞാൻ ഒരു പീസ് ഇട്ടിട്ടുള്ളൂ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ആകെ കൂടി ഇതിന് മാത്രം കുറച്ച് എക്സ്പെൻസ് ഉണ്ടെന്നുള്ളൂ. ബാക്കിയെല്ലാം നോർമലാണ്, വലിയ പൈസ ഒന്നുമില്ല. അത് പറഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് ദിവസം ഒഴിച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും cheers. കിട്ടില്ലേ കുഞ്ഞുമാണി? അപ്പൊ ഗൈസ്, നമ്മളപ്പോ നല്ലൊരു അയില മുളകിട്ടത് ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഒരു 10-15 എണ്ണം നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് പച്ചമുളക്, കുറച്ചില്ല 2 പച്ചമുളക് കേട്ടോ. 2-3 അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. കുറച്ച് വേപ്പില. പിന്നെ ഞാൻ ഇവിടെ കുടംപുളി എടുത്തേണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ വാളംപുളി വെച്ചാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കുക. അല്ലാണെങ്കിൽ കുടംപുളി കുറച്ച് എടുത്തിട്ട് ഒരു 4-5 നല്ല വലിയ ഇതുള്ള പുളികൾ എടുക്കുക. എന്നിട്ട് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം തക്കാളിനെയും ഈ ഉള്ളിനെയും ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നമ്മൾ മുഴുവനോടെ തന്നെ ഇട്ട് വഴറ്റണം. അതിനു വേണ്ടി നമ്മൾ അടുപ്പത്ത് ഒരു ചട്ടി വയ്ക്കുക. ചട്ടിയപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും നമ്മുടെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. കാരണം വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേറെ ഏത് എണ്ണ ഒഴിച്ചാലും കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരു തക്കാളി ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ തന്നെയിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അതെന്തിനാണ് ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാനൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്റെ പെണ്ണുമ്പള് വെക്കണ എന്തിനാണ് അവൾക്ക് പോലും അറിയില്ല ഇതൊന്നും. അല്ല അവള് വേറെ ടൈപ്പിലാണ് ഉണ്ടാക്കാറ് കറി, ഞാൻ വേറെ ടൈപ്പിലാണ്. എല്ലാവരും ഒരേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമില്ലല്ലോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരാള് യൂട്യൂബിൽ ചെയ്യുന്ന കണ്ടിട്ട് ഞാനും ഉണ്ടാക്കി പഠിച്ചത് അങ്ങനെ. അപ്പോ ഇത് പിന്നെ എൻ്റെ കുറച്ച് എന്താ പറയുക പൊടിക്കൈകളും കൂടി ഉണ്ട്, പക്ഷെ അടിപൊളിയാണ്. ഇതൊന്ന് ശരിക്കൊന്ന് വഴറ്റി വരുന്നവരെ വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു സൈഡ് മാത്രം ആവാതെ എല്ലാ സൈഡും ചൂടാവാൻ വേണ്ടി മീഡിയം ചെയ്തിട്ടാണ് മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതായി. അപ്പോൾ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പെണ്ണുമ്പിളേക്ക് സംശയം ഇത് കട്ട് ചെയ്തിട്ടിട്ട് വഴറ്റിയാൽ പോരെയെന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ നീരൊക്കെ ഇതായി പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വഴറ്റേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിലെ നീരും കാര്യങ്ങളും നമ്മൾ ഇത് ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിന് ആ ചാറ് ആ തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് കട്ട് ചെയ്യാതെ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഒരുവിധം വഴറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി കേട്ടോ, ഒരുപാട് ഇതാവണ്ട. ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ മതി. ഇനി ഇതിനെടുത്ത് നമ്മൾ മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കുക. ഇതൊന്ന് ചൂടാറാൻ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ നമ്മളിവിടെ നുറുക്കി വെച്ചിട്ട് ഈ ചുവന്നുള്ളില്ലേ അതിനെ വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വഴറ്റിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് ഇതാവണ്ട, ഒരുവിധം ബ്രൗൺ കളറാവുമ്പോൾ വഴഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് ഈ ചുവന്നുള്ളിയും
നമ്മൾ നേരത്തെ ഇത് ചെയ്ത് കഴിഞ്ഞ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് പരിവാക്കി അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വഴറ്റിയ തക്കാളിയും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഉണ്ടാവും, ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് വെള്ളം. അപ്പോൾ നമ്മൾ ഓൾറെഡി തക്കാളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം കടുക്, പൊട്ടിയില്ല, അതിനർത്ഥം ചൂടായില്ല, ഇപ്പം പൊട്ടിക്കോളും. പാളൊന്നുമില്ല കടുക്. അതിനുശേഷം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പൊട്ടി ഒടുങ്ങുമ്പോൾ ഒരു ഇച്ചിരി ഉലുവ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഇച്ചിരി ഇട്ടാൽ മതിയാ. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇച്ചിരി വേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അല്ല, മൂപ്പിച്ചെടുക്കുക, അങ്ങനെ എന്താ പറയുക, അങ്ങനെ എന്തോ വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ആയി, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 വറ്റൽമുളക്, രണ്ടെണ്ണം ഇങ്ങനെ, 2-3 നിങ്ങളുടെ എരിവിനനുസരിച്ച് പൊട്ടിച്ചിടാം കേട്ടോ. ഞാൻ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കുക. കരിഞ്ഞ് പോയത് കേട്ടോ. അതിന് ഒന്നിലും തീ ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ കുറച്ചിടാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ ഇടാം കേട്ടോ. ഇനി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കണേ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് മറ്റേ എരിവുള്ള മുളക് പൊടി കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ, ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഓക്കെ, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം പോണ വരെ ഇളക്കാം. വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കുറച്ചിടാം. ചട്ടി നല്ല ചൂടാൻ കഴിഞ്ഞാൽ ചട്ടി ഓഫ് ചെയ്തിടാം കേട്ടോ. എന്നിട്ട് ചൂടൊന്ന് ഒതുങ്ങിയതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ആ പച്ചമണം ഉണ്ടാവും. മസാലകൾ നന്നായിട്ട് വറുത്ത ഒരുവിധം ഇതായിട്ടുണ്ട് കേട്ടോ, മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ പോയി, ആ മണം പച്ചമണമൊക്കെ പോയിട്ടുള്ള ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തക്കാളി ചുവന്നുള്ളി പേസ്റ്റ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് ജാറിൽ നിന്ന് ബാക്കിയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ, കലക്കി ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ
പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുടംപുളിയാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ പുളി അടക്കം ആ കുടംപുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക, മൂടി വെച്ചിട്ട്. കാരണം ആ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈമിൽ എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പിൻ്റെ ഇതുകൂടി ഉപ്പോ പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഈ പച്ചമുളക് ഞാൻ ഇടാൻ വിട്ടുപോയിട്ടാണ്. ഞാൻ നമ്മൾ വറ്റൽമുളക് വഴറ്റി കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ ഈ പച്ചമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റേണ്ടതാണ്. സാറില്ല, ഞാനിപ്പോൾ തൽക്കാലം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. ഈ തക്കാളിയും ഇതൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ആ പച്ചമുളക് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഇനി വെക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വറ്റൽമുളക് ഇടുന്നതോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയുടെ ഇത് ഒഴിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അരപ്പ് ചേർത്തത് ചൂടായിട്ടുണ്ട് കേട്ടോ, തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിക്കണ്ട, ആവശ്യത്തിന് മാത്രം. ഒരു കപ്പ് മതിയാവും. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 4 അയിലയാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഞാൻ ഇത് ഫസ്റ്റ് പറഞ്ഞില്ല. 4 അയില നന്നായി കഴുകി ഒരു അയില 2 പീസായി കഴിയുന്നു കേട്ടോ. അങ്ങനെ 8 പീസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇത് തിളച്ച് എണ്ണയൊക്കെ പൊന്തിയുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് നമ്മൾ ഈ അയില നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ അയില ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ മീനൊക്കെ വെന്തുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റത്തെ ഒരു പൊടിക്കൈ ജസ്റ്റ് നമ്മുടെ ഒരു 2 ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാര്യം തീർന്നു കേട്ടോ. നമ്മുടെ മൂപ്പിച്ചതായുണ്ട് കേട്ടോ. ചുവന്നുള്ളി അരിഞ്ഞതും വേപ്പിലും കൂടി മൂപ്പിച്ച് നമ്മൾ നമ്മുടെ കറിയിലേക്ക് അവസാനം ഘട്ട പ്രിപ്പറേഷൻ കേട്ടോ. ഓക്കെ, ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊരു ഇച്ചി ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ ഒരു ഇച്ചിരി നേരം. എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാവരോടും ഈ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്കുകൾ ഉണ്ടാവും. കാരണം കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ ശ്രദ്ധ കുറച്ച് അതിലേക്ക് പോയി. അപ്പം എല്ലാം കൂടി ഒരു ഇച്ചിരി എടുപിടിയായെന്നറിയാം. എന്നാലും ബാക്കി പച്ചമുളക് മാത്രമാണ് ലാസ്റ്റ്. പച്ചമുളക് പിന്നെ ഈ ഇറച്ചിയും ബഹളവും നമ്മുടെ ഒരു ഇടയ്ക്ക് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അത് പിള്ളേരുടെ കുഞ്ഞിയുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ചൂടുണ്ടോ കുഞ്ഞ? ചൂടാണോ? ചൂട് 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 ചൂട്. എങ്ങനെയുണ്ട് കുഞ്ഞി? സൂപ്പറാണോ? സൂപ്പറാണോ? അമ്മച്ചിയാ ചൂണ്ടത്ത് ചോറ് പറ്റിരിക്കുന്നു. വേണ്ട. അപ്പൊ ഓക്കെ, എന്റെയും ചെയ്യാണ് വിശന്നിട്ട് പാടില്ല.